ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും. വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം. സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനം പ്രഭാഷകന്റെ പുസ്തകം 37:27 തിരുവചനം. മകനെ, ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക, ഹാനികരമായരുത് ചെയ്യരുത്, എല്ലാവർക്കും എല്ലാം നന്നല്ല. മകനെ, ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക, ഹാനികരമായത് ചെയ്യരുത്, എല്ലാവർക്കും എല്ലാം നന്നല്ല. അല്പസമയം കർത്താവിൻ്റെ ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക ഇടപെടൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുവാനും നമ്മുടെ കുടുംബത്തെ ദൈവാത്മാവ് ക്രമീകരിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. ഈ വചനത്തിൻ്റെ അമൂല്യ ശക്തിയാൽ ദൈവമേ, എൻ്റെ കുടുംബത്തിൽ ആവശ്യമായ ക്രമീകരണം വരുത്തണമേ, എൻ്റെ ജീവിതത്തെ ഒരു പറുദീസായാക്കി മാറ്റണമേ. അങ്ങെനിക്ക് വേണ്ടി സൃഷ്ടിച്ച ഏദൻ തോട്ടം, ആ ഏദൻ തോട്ടത്തിലേക്ക് ഒന്നുകൂടെ പ്രവേശിക്കുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുക: ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക. ജീവിതത്തിൽ ഓരോ ദിവസവും എഴുന്നേറ്റ് കഴിഞ്ഞ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് ആ ദിവസത്തെ സമർപ്പിക്കുക. ആദ്യം നമ്മൾ ചിന്തിച്ച് നോക്കുക, നമ്മുടെ ഇന്നത്തെ ദിവസം രാവിലെ എഴുന്നേറ്റ് ആദ്യം എന്താ ചെയ്തത്? ആദ്യം ചെയ്തത് എഴുന്നേറ്റ ഉടനെ ബ്രഷ് ചെയ്യാൻ വേണ്ടി ഓടി. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? അത് കഴിഞ്ഞിട്ട് കാപ്പി കുടിക്കാൻ വേണ്ടി ഓടി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? പത്രം വായിക്കാൻ വേണ്ടി ഓടി. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? ആരോഗ്യം കിട്ടാൻ വേണ്ടി ഓടി. ഓടുകയാണ് മനുഷ്യർ, ഒന്നിന് പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ഓടി 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 അവസാനം വൈകുന്നേരം കിടന്നുറങ്ങുന്നതിന് മുമ്പ് കർത്താവ് ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലാണ് തരുന്നത്, ചെറിയൊരു ഓർമ്മപ്പെടുത്തലാണ് നൽകുന്നത്. നീ ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന ചെയ്യുക. ഓടുന്ന ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് ഒന്ന് ആത്മശോധന ചെയ്യുക. ഓടുന്ന ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ കണ്ടെന്ന് നീ ചിന്തിക്കണം. ഓടുന്ന ഓട്ടത്തിനിടയ്ക്ക് ആരോടൊക്കെ സംസാരിച്ചെന്ന് നീ ചിന്തിക്കണം. ഓടുന്ന ഓട്ടത്തിനിടയ്ക്ക് നിൻ്റെ കയ്യിൽ എന്തെല്ലാം വന്നു ചേർന്നെന്ന് നീ ചിന്തിക്കണം. ഓടുന്ന ഓട്ടത്തിനിടയ്ക്ക് എവിടെയെങ്കിലും നീ വീണോ എന്ന് നീ ചിന്തിക്കണം. കർത്താവിൻ്റെ വചനമാണ് ഓർമ്മപ്പെടുത്തുന്നത്. വൈകുന്നേരം കിടന്നുറങ്ങും മുമ്പ്, കണ്ണടയും മുമ്പ് സൃഷ്ടാവിനോട് പറയണം, ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ കൃപ കിട്ടിയ അവസരങ്ങൾ, കൃപ കിട്ടാത്ത അവസരങ്ങൾ. എന്നിട്ട് കർത്താവിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്, ആത്മശോധന ചെയ്തു കഴിയുമ്പോൾ നീ ഒരു തീരുമാനം എടുക്കണം. ഹാനികരമായത് ചെയ്യരുത്. നിൻ്റെ ജീവിതത്തിനും നിൻ്റെ കുടുംബത്തിനും നിൻ്റെ ശരീരത്തിന് നിൻ്റെ മനസ്സിന് നിൻ്റെ ജോലി മേഖലയ്ക്ക് എന്തിനും ഹാനികരമായത് നീ ചെയ്യാൻ പാടില്ല. കർത്താവിൻ്റെ വചനം അവസാനം പറയുന്നത് ഇങ്ങനെയാണ്: മകനെ, എല്ലാവർക്കും എല്ലാം നല്ലതല്ല, എല്ലാ മനുഷ്യർക്കും എല്ലാം നല്ലതല്ല എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് നല്ല ചില കാര്യങ്ങളുണ്ട്, അത് നിനക്ക് നല്ലതായിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധമില്ല. ആ കാര്യങ്ങൾക്ക് വേണ്ടി നീ കൈ നീട്ടുമ്പോൾ നിൻ്റെ കൈ പൊള്ളിപ്പോവും. വേറൊരാൾക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അത് അദ്ദേഹം കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ നീ അത് കണ്ടു കഴിഞ്ഞാൽ നീ അന്ധനായി പോവും. പിന്നെ വേറെ ചില കാര്യങ്ങളുണ്ട്, വേറെ ചില വഴി കൂടെ നടക്കുന്ന ആളുകളുണ്ട്, ആ വഴി അവരെ സംബന്ധിച്ചിടത്തോളം വലിയ തകരാറുണ്ടാവില്ല, പക്ഷേ നീ ആ വഴിയിൽ കൂടെ നടന്ന കർത്താവിൻ്റെ വചനം പറയുകയാണ്, നിൻ്റെ വഴിയിൽ നീ ചിലപ്പോൾ വീണു പോകും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദ്യ മാതാപിതാക്കളുടെ കുടുംബത്തിലേക്ക് നമ്മളൊന്ന് കയറി വരാൻ പോവുകയാണ്. ആദ്യ മാതാക്കളുടെ എത്രത്തോളം ദൈവം സ്നേഹിച്ച ഒരു കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിന് ഇതുപോലെ സ്നേഹം, എത്രത്തോളം വലിയ സ്നേഹമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു ദിവസമാണെന്ന്. കാരണം ഏദൻ തോട്ടത്തെക്കുറിച്ച് കർത്താവ് പറയുന്നത് എങ്ങനെയാണ്? ഏദൻ തോട്ടം കർത്താവ് സൃഷ്ടിച്ചു. ഭൂമിയിൽ പുല്ലോ ചെടിയോ മുളച്ചിരുന്നിരുന്നില്ല, അവിടെ മഴയുണ്ടായിരുന്നില്ല. അപ്പോൾ കർത്താവ് അവിടുന്ന് ഒരു ക്രമീകരണം വരുത്തുകയാണ്. ഈ ക്രമീകരണം എല്ലാം മനുഷ്യന് വേണ്ടിയിട്ടാണ് ദൈവം ചെയ്യുന്നത്. മനുഷ്യ മക്കൾക്ക് വേണ്ടി ചില ക്രമീകരണങ്ങൾ ചെയ്യുകയാണ്. കൃഷി ചെയ്യാൻ മനുഷ്യനുണ്ടായിരുന്നില്ല. മനുഷ്യൻ വരും മുമ്പ് തന്നെ കർത്താവ് ഒരുപാട് കൃപകൾ കൊടുക്കുകയാണ് ആ ഭൂമിയിലേക്ക്. എന്തിനു വേണ്ടിയിട്ടാണ്?
എന്നിട്ട് പറയുകയാണ്, ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തി അവന് ശ്വാസം കൊടുത്തു, അത് കഴിഞ്ഞിട്ട് അവന് ജീവനുണ്ടായി. എന്നിട്ട് പറയാം, അവിടുന്ന് കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കർത്താവ് തരുന്ന ചില തോട്ടങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. കർത്താവ് ഒരു തോട്ടം ഉണ്ടാക്കി മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദുമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു. എന്ന് പറഞ്ഞാൽ എല്ലാ വൃക്ഷങ്ങളും പുറപ്പെടുവിച്ചു. ഭക്ഷിക്കാൻ ടേസ്റ്റ് കുറവുള്ളത് ഒന്നുമില്ല അവിടെ. എല്ലാ തരം വൃക്ഷങ്ങളും അവിടെ കർത്താവ് ഉണ്ടാക്കി. നിൻ്റെ ജീവിതത്തിന് ഒരു കുറവും വരാത്ത രീതിയിൽ ഉണ്ടാക്കി. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിന് ഒരു കുറവും വരാൻ പാടില്ലാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും ദൈവം ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് ക്രമീകരിച്ചത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ വഴി കൂടെ തന്നെ നടക്കണം. കർത്താവിൻ്റെ വചനം പറയുന്നില്ലേ, ആത്മശോധന നടത്തുക, ഹാനികരമായത് ചെയ്യരുത്. ഏദൻ തോട്ടത്തിന് പുറത്തുള്ള കാര്യങ്ങൾ, ഏദൻ തോട്ടത്തിലാണെങ്കിലും നിന്റെ ജീവിതത്തിൽ ഹാനികരമാണെന്ന് നിനക്ക് തോന്നുന്ന കാര്യങ്ങൾ അത് ചെയ്യാൻ പാടില്ല. അതാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ ഒരു മുഖം നമ്മൾ കാണുക. നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ഓർത്ത് കരഞ്ഞ് 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 കണ്ണുനീര് തീരുന്നതിന് പകരം കർത്താവ് ചെയ്ത കാര്യം നോക്കുക. കർത്താവ് എന്താ ചെയ്തത്? കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദുമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടുന്ന് സൃഷ്ടിച്ചു. പ്രിയപ്പെട്ട ദൈവജനമേ, ഇവിടെയാണ് നമ്മളൊന്ന് ചിന്തിച്ച് തുടങ്ങേണ്ടത് നമ്മുടെ ജീവിതത്തെക്കുറിച്ച്. എന്നിട്ട് കർത്താവ് അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക. തോട്ടത്തിൽ 100 വൃക്ഷം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക, അല്ലെ 1000 വൃക്ഷം ഉണ്ടെന്ന് വിചാരിക്കുക. 1000 വൃക്ഷത്തിൽ 999 വൃക്ഷം നിനക്ക് വേണ്ടിയിട്ടാണ്. ഇതാണ് ദൈവത്തിൻ്റെ മനസ്സെന്ന് പറയുന്നത്. ഒരു വൃക്ഷം നിനക്ക് വേണ്ടിയിട്ടും 999 മറ്റുള്ളവർക്കും, അങ്ങനെയല്ല കാര്യങ്ങൾ. ദൈവം ക്രമീകരിച്ചിരിക്കുന്നത് 999 വൃക്ഷം, അത് മുഴുവൻ നിനക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, എല്ലാം ഭക്ഷിച്ചുകൊള്ളുക, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്. ഒരു കാര്യം കർത്താവ് പറഞ്ഞു, അത് നീ ചെയ്യരുത്. തിന്നുന്ന ദിവസം നീ മരിക്കും. വിശ്വാസത്തോടുകൂടി ഹൃദയത്തിൽ കർത്താവിനെ ആരാധിച്ച് പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണിത്. വലിയൊരു ഉൾക്കാഴ്ചയിലേക്ക് കർത്താവ് സഹോദരി നിന്നെ കൊണ്ടുപോകുന്ന ഒരു സമയമാണ്. കർത്താവിൻ്റെ വചനം പറഞ്ഞ എന്താണ്? കർത്താവിൻ്റെ വചനം പറയുകയാണ്, നീ അത് കഴിക്കരുത്, കഴിക്കുന്ന ദിവസം നീ മരിക്കും. പ്രിയപ്പെട്ട ദൈവജനമേ, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ കടന്നു പോകും, പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനുഷ്യർക്ക് പറ്റുന്ന ഒരു ചിന്താഗതി ഇങ്ങനെയാണ്: ഈ ഒരു വൃക്ഷമാണ് എല്ലാ തരത്തിലുള്ള അധപതനത്തിനും കാരണം എന്നാണ് മനുഷ്യർ ചിന്തിച്ചു വച്ചിരിക്കുന്നത്. ഒരു ചോദ്യമാണ് ഈ വൃക്ഷത്തെക്കുറിച്ചുള്ള ഈ ഒരു ചോദ്യം, അതാണ് അധപതനത്തിലേക്ക് നയിച്ചത്. എന്താണ് ചോദ്യം? ഇതാണ്: ഈ വൃക്ഷം ദൈവം എനിക്കായിട്ടല്ല സൃഷ്ടിച്ചതെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചത്? പിന്നെ ഇവിടെ ഞാൻ നോക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ആരെയും കാണുന്നില്ല, എനിക്കാണെന്നുണ്ടെങ്കിൽ പോയി കഴിക്കാൻ നാക്കുണ്ട്, പിന്നെ വായുണ്ട്, പിന്നെ ഭക്ഷണം കഴിക്കാൻ ഒരു കുഴപ്പമില്ല, എനിക്കാണെന്നുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്, എനിക്ക് വേണ്ടിയിട്ടല്ലെങ്കിൽ പിന്നെ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചത്? ഇതാണ് ഒരു ചോദ്യം നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവജനമേ, ജീവിതം തുടങ്ങും മുമ്പ് ആദത്തിനും ഹവ്വായ്ക്കും പറ്റിയ ഈ ഒരു വലിയൊരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ആവർത്തിക്കുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കുക. ജീവിതം തുടങ്ങും മുമ്പ് ആദത്തിനും ഹവ്വായ്ക്കും പറ്റിയ ഒരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കുന്നുണ്ട്. ഇത്രയും ധാരാളം വൃക്ഷങ്ങളും ഫലം എല്ലാം ദൈവം നൽകിയിട്ടും നമ്മൾ അവിടേക്ക് നോക്കേണ്ടതിന് പകരം നമ്മുടെ നോട്ടം പാളിപ്പോയി, നോക്കാൻ പാടില്ലാത്തതിലേക്ക് മൂളിപ്പോയി. നിങ്ങൾ ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെല്ലുക. മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു എത്ര തരം മരുന്നുകളുണ്ടെന്ന് നമുക്ക് പോലും അറിയാൻ പാടില്ല. ഇത്രയും മരുന്നുകളുണ്ട്. നിങ്ങളുടെ കയ്യിൽ കുറേ പൈസ ഉണ്ടാവും, പൈസയൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾ പറയുകയാണ്, ആ കാണുന്ന മരുന്ന് അതെനിക്ക് വേണം. അപ്പം ആദ്യം അവർ പറയുന്നത് എന്താണ്? ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഡോക്ടർ കുറിച്ച് തരാത്തതാണെങ്കിൽ നിങ്ങൾ കഴിക്കാൻ പാടില്ല. നിങ്ങളത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചത്തുപോകും. ചില മരുന്നുകൾ നിങ്ങൾ കഴിക്കാൻ പാടില്ലാത്ത സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ അത് വിഷമാണ്, അത് നിങ്ങൾ ചത്തുപോകും, ഉറപ്പാണത്. അത് ഡോക്ടർ കുറിച്ച് തരാത്ത മരുന്ന് നിങ്ങൾക്ക് തരാൻ പാടില്ല. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നിങ്ങൾക്ക് കഴിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചോദിക്കും, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടല്ലോ, ഞാനങ്ങ് പൈസ തരണമല്ലേ, നിങ്ങൾക്കിപ്പോൾ തന്നാൽ എന്താണ് കുഴപ്പം? അങ്ങനെ ആളുകൾ മരുന്ന് മേടിച്ചുകൊണ്ട് പോയിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാം? മകനെ, എല്ലാവർക്കും എല്ലാം നല്ലതല്ല. ഇത് നല്ലതാണെന്ന് വിചാരിച്ച് നീ അങ്ങനെ ചെയ്യാൻ പാടില്ല. കർത്താവ് 999 വൃക്ഷം നിനക്ക് വേണ്ടി തന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കണ്ണ് തിരിയേണ്ടത് അവിടേക്കാണ്. ഓരോ വൃക്ഷത്തെ നീ ഒന്ന് നോക്ക്. എന്തൊരു നന്മയാണ് നിനക്ക് തന്നിട്ടുള്ളത്, എന്തൊരു വലിയ ഗുണമാണ് നിനക്ക് തന്നിട്ടുള്ളത്. മക്കളുടെ കാര്യം നീ ഒന്നും ആലോചിച്ച് നോക്കി, ജീവിത പങ്കാളിയുടെ കാര്യം ആലോചിച്ച് നോക്കിയേ, എന്തോരം കൃപകളും അനുഗ്രഹങ്ങളും തന്നു. എന്നിട്ട് ചില കാര്യങ്ങൾ ദൈവം നിനക്ക് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടെ നിന്റെ നന്മയ്ക്കുള്ള അടുത്ത വൃക്ഷമായിട്ട് നീ കാണണം.
നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള വേറൊരു വൃക്ഷമാണ് നിനക്ക് വേണ്ടി നിഷേധിക്കപ്പെട്ട ചില കാര്യങ്ങളെന്ന് ഈ ദിവസത്തിൽ വിശ്വാസത്തോടെ എൻ്റെ മുമ്പിലിരുന്ന് വചനം കേൾക്കുന്ന ഓരോ ദൈവമക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം ഒരു വൃക്ഷം നിന്നെ നിഷേധിച്ചത് നിന്നെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളതല്ല. എന്നാൽ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് ഇത്രയും വൃക്ഷം ഉണ്ടാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. കർത്താവ് ചില കാര്യങ്ങൾ നമ്മിൽ നിന്ന് മറച്ചു വെക്കുമ്പോൾ, കർത്താവ് നമ്മിൽ നിന്ന് ചില കാര്യങ്ങൾ മാറ്റി വെക്കുമ്പോൾ മനസ്സിലായിക്കൊള്ളുക, അത് നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വേറൊരു അനുഗ്രഹമാണെന്ന് മനസ്സിലായിക്കൊള്ളുക. ആ കർത്താവ് ചില കാര്യങ്ങളെ നമ്മൾ ഏറ്റെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾക്ക് പകരം തകർച്ചകൾ ഉണ്ടാകുന്നത്. കർത്താവിൻ്റെ വചനം എന്താ പറയുന്നത്? മകനെ, ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക, ഹാനികരമായത് ചെയ്യരുത്, നിന്റേതല്ലാത്ത വൃക്ഷങ്ങളിൽ നീ നോക്കരുത്, എല്ലാവർക്കും എല്ലാം നല്ലതല്ല. പല കാര്യങ്ങളെയും നോക്കിയിട്ട് നമ്മളിങ്ങനെ പറയും, ഇത് എനിക്ക് കിട്ടിയാൽ നല്ലതാണ്, അത് വേണം, ഇത് വേണം, ഇത് വേണം. കിട്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ട് അതിനുവേണ്ടി അധ്വാനിച്ച് അത് നേടിയിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഒരുപാട് കുടുംബങ്ങളും മക്കളും നമ്മുടെ കൺമുമ്പിലുണ്ട് പ്രിയപ്പെട്ടവരെ. കർത്താവിൻ്റെ വചനം ഓർക്കുക, പ്രഭാഷകൻ 39:21. അവിടത്തേക്ക് ഒന്നും വിസ്മയകരമല്ല, ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിശ്ചിത ഉപയോഗത്തിനാണ്. ഓരോ കാര്യങ്ങൾക്കും ഓരോ ഉപയോഗമുണ്ട്. ഓരോ കാര്യങ്ങളെയും ദൈവം സൃഷ്ടിച്ചു വെച്ചപ്പോൾ അത് നിനക്ക് വേണ്ടി തന്നെയാണ്. നീ നിർബന്ധം പിടിക്കരുത്. നിനക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ബാക്കി 999 കാര്യങ്ങളിലേക്ക് നീ പ്രത്യേകമായിട്ട് നോക്കണം. അല്ലാണ്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് 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 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ജീവിതം നയിക്കുമ്പോഴാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തളർച്ചയും നിരാശയും ദുഃഖങ്ങളും ഉണ്ടായി മാറണമെന്ന് നമ്മൾ തിരിച്ചറിയുക. സാംസൺ എന്നൊരു വ്യക്തി, ആ വ്യക്തിയെ ദൈവം ഒരു ജീവിതം ഏൽപ്പിച്ചു. അസാമാന്യമായിട്ടുള്ള കൃപ ഈ മനുഷ്യന് നൽകി. കർത്താവിൻ്റെ വചനം പറയുക, ന്യായാധിപന്മാരുടെ പുസ്തകം 14:19 തിരുവചനം. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയോടെ വന്നു. ആരുടെ മേൽ? ഈ സാംസന്റെ മേൽ. എന്നിട്ട് വചനം പറയുക, ആയുടെ ചത്ത ഒരു കഴുതയുടെ താടിയലുകൊണ്ട് അവൻ തൻ്റെ ശത്രുക്കളുടെ മേൽ 1000 പേരെ കൊന്നു. കഴുതയുടെ താടിയലെടുത്തിട്ട് ഒരു മനുഷ്യന് 1000 പേരെ കൊന്നു എന്ന് പറയാം. എന്തോ ഒരു കൃപയാണ് ഈ മനുഷ്യൻ നൽകിയത്. ഇതാണ് ഈ മനുഷ്യനെ കൃപ കൊണ്ട് അങ്ങോട്ട് നിറച്ചു. കൃപ കൊണ്ട് നിറച്ചത് ഈ മനുഷ്യനെ എന്ത് ചെയ്താലും ശക്തിയാണ്. ഇത്രയും ശക്തിയുള്ളൊരു മനുഷ്യനെ ലോകം കണ്ടിട്ടില്ല. ഒരു കഴുതയുടെ താടിയൽ, ചത്തുപോയ കഴുതയുടെ താടിയൽ എടുത്തുകൊണ്ട് പോയിട്ട് 1000 പേരെ കൊല്ലുക, ഒരു ദിവസം കൊന്നിടുകയാണ്. ഇത്രയും വലിയൊരു ശക്തിയുള്ളൊരു മനുഷ്യൻ. എന്നിട്ട് എന്താ സംഭവിച്ചതെന്നറിയാവോ പ്രിയപ്പെട്ട ദൈവജനമേ? എന്നാൽ ഈ മനുഷ്യന് വേണ്ടി അല്ലാത്ത ഒരു വൃക്ഷം അവിടെ ഉണ്ടായിരുന്നു. ആ വൃക്ഷത്തിൻ്റെ പേരാണ് ദലീല എന്ന് പറയുന്ന ഒരു യുവതിയിലേക്ക് ആ ഒരു വൃക്ഷം എന്ന് പറയുന്നത് ഈ മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട വൃക്ഷമല്ല. ഇന്ന് മനുഷ്യർ തോന്നിവാസം കാണിച്ച് കണ്ണി കണ്ട വഴികളിലൂടെയൊക്കെ നടന്നിട്ട് കുടുംബത്തിന് പുറത്ത് ചില വൃത്തികെട്ട ബന്ധങ്ങളിലേക്കൊക്കെ പോയിട്ട് എനിക്ക് എന്തുകൊണ്ട് ഇതായിക്കൂടാന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോൾ തകരുന്നത് നമ്മുടെ കുടുംബമാണ്. അടിത്തറ ഇളകുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെയാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഈ വൃക്ഷം എന്നൊക്കെ പറഞ്ഞ് ഏദൻ തോട്ടത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ട ഒരു വൃക്ഷം, അതിന് കുറേ മരങ്ങൾ, അതിന് കുറേ കായ്ക്കൾ, ഇങ്ങനെയൊന്നുമല്ല ചിന്തിക്കേണ്ടത്. നിനക്ക് വേണ്ടി നിഷേധിക്കപ്പെട്ടിട്ടുള്ള ചില സ്വാധീനങ്ങളുണ്ട്. കർത്താവ് പറഞ്ഞത് എന്താണ്? നീ അത് തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. കുടുംബത്തിന് പുറത്ത് ചില ബന്ധങ്ങൾക്ക് വേണ്ടി പോയി കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദര, അന്ന് നിന്റെ കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കുകയാണ്. നീ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ മക്കൾ വഴിയാധാരമാകും. നീ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണിത്. ഇത്രയും കൃപയും അഭിഷേകവും ജോലിയും പൈസയും എല്ലാം തന്നിട്ട് ഒരു ചെറിയൊരു വൃക്ഷത്തിൻ്റെ പുറകെ നീ പോയാൽ നിന്റെ കുടുംബത്തെ അത് പിശാച് അടിത്തറ മാന്തി എടുക്കുകയാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്നിട്ട് നോക്കി, ആയുടെ ചത്ത ഒരു കഴുതയുടെ താടിയോളുകൊണ്ട് തൻ്റെ ശത്രുക്കളിൽ 1000 പേരെ കൊന്ന സാംസൺ തൻ്റേതല്ലാത്ത ഒരു വൃക്ഷത്തിലേക്ക് നോക്കി, ദലീല എന്ന് പറയുന്ന ഒരു യുവതിയിലേക്ക് നോക്കി. കർത്താവിൻ്റെ വചനം എന്താ പറയുന്നത് നിങ്ങൾക്കറിയോ? കർത്താവിൻ്റെ വചനം പറയുകയാണ്, ന്യായാധിപന്മാരുടെ പുസ്തകം 16:21 തിരുവചനം. ഫിലിസ്ത്യർ അവനെ പിടിച്ച് കണ്ണ് ചൂഴ്ന്നെടുത്ത്. ആരെ പിടിച്ച്? കഴുതയുടെ താടിയൽ കൊണ്ട് 1000 പേരെ കൊന്നവനെ പിടിച്ചു. ആര് പിടിച്ചു? കുറച്ച് ആളുകൾ വന്ന് പിടിച്ചുകൊണ്ട് പോയി. 1000 പേരൊന്നും വന്നില്ല, കുറച്ച് പേര് മനുഷ്യർ വന്നിട്ട് പിടിച്ചുകൊണ്ട് പോവാണ്. പട്ടിയെ കൊണ്ടുപോകുന്ന പോലെ കഴുത്തിൽ ചങ്ങലൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോവുകയാണ്. ആരെ? ഇത്രയും കൃപ നിറഞ്ഞൊരു മനുഷ്യനെ. ഫിലിസ്തീർ അവനെ പിടിച്ച് കണ്ണ് ചൂഴ്ന്നെടുത്ത് ഗാസയിലേക്ക് കൊണ്ടുപോയി ഓട്ടുചങ്ങല കൊണ്ട് ബന്ധിച്ച് എന്നൊക്കെ പറയുമ്പോൾ പട്ടിയെ പോലെ തന്നെ, വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതിന്. പട്ടിയെ പോലെ ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കി, മാവ് പൊടിക്കുന്ന ജോലിയിൽ ഏർപ്പെടുത്തി. ദൈവകൃപ നിറഞ്ഞൊരു മനുഷ്യൻ, മുഖത്ത് സൂര്യ തേജസ് ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ, ആത്മവിശ്വാസത്തോടെ സംസാരിച്ച ഒരു മനുഷ്യൻ, ഇന്നവന് ഒരു താടിയും വളർത്തി, മീശയും വളർത്തി, തലമുടിയും വളർത്തി, ഒരു ഭ്രാന്തനെ പോലെ ഒരു ജയിലിൻ്റെ ഉള്ളിൽ ഓട്ടുചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കഴിയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇത്രയുള്ള പ്രിയപ്പെട്ടവരെ, ആ മകന് വേണ്ടി അല്ലാത്തൊരു വൃക്ഷം ഉണ്ടായിരുന്നു. ആ വൃക്ഷം അവന് വേണ്ടി അല്ല, വേറെ ആർക്കോ വേണ്ടിയിട്ടാണ്. എല്ലാ വൃക്ഷങ്ങളും നമ്മൾ തിന്നേണ്ട കാര്യമില്ല.
ഞാൻ കണ്ടിട്ടുണ്ട് ചില ഈ ആദിവാസി ഗോത്രവർഗത്തിൽപ്പെട്ട ചില ആളുകൾ ഇവർ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. കാട്ടിലെ ചില വൃക്ഷങ്ങൾ അതിൻ്റെ ചില ഫലങ്ങളുണ്ട്. ഈ ഫലങ്ങൾ പക്ഷികൾ കഴിച്ചാൽ ഒരു കുഴപ്പമില്ല, അല്ല വേറെ ചില മൃഗങ്ങൾ കഴിച്ചാൽ വലിയ കുഴപ്പമില്ല. അത് വിഷഫലങ്ങളാണ്, ഒരു കുഴപ്പമില്ല, അതൊന്നും ചാകാൻ പോകുന്നില്ല. മനുഷ്യൻ അതിൻ്റെ തൊലി ചിരണ്ടി എടുത്ത് നിന്നാൽ ചത്തുപോകും. ചില വൃക്ഷങ്ങളുടെ ഫലം നമ്മൾ കഴിച്ചാൽ കർത്താവ് കഴിക്കുന്ന ദിവസം നീ മരിച്ചു പോകും. വേറെ ആർക്കോ വേണ്ടിയിട്ടുള്ള വൃക്ഷത്തിലേക്ക് സഹോദരി നീ നോക്കാൻ പാടില്ല. അതാണ് കർത്താവ് പറയണത്. വേറെ ഇതൊരു പരസ്ത്രീ ബന്ധത്തെക്കുറിച്ച് മാത്രമുള്ള ഒരു കാര്യമൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. എന്തൊക്കെയാണ് നമുക്ക് കുറവ് നമ്മൾ ചിന്തിക്കണം. ചില വൃക്ഷങ്ങൾ നമ്മൾ നോക്കാൻ പാടില്ല. ചില ദുശ്ശീലങ്ങൾ എന്ന് പറയുന്നത് അതൊരു വൃക്ഷമാണ്. ആ വൃക്ഷത്തിൽ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു സത്യം കൂടിയുണ്ട്. ഈ ഭൂമിയിൽ ഒരുപക്ഷെ നിനക്ക് വേണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം ഒരു നന്മയായിക്കൊള്ളണം നിർബന്ധമല്ല. ചില കാര്യങ്ങളെ സംബന്ധിച്ച് ചില വസ്തു അതിൽ തന്നെ ഒരു തിന്മയാവണമെന്ന് നമുക്ക് നിർബന്ധമല്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈയിടെ കണ്ട ഒരു ഡോക്ടർ പറഞ്ഞ കാര്യം ഇതാണ്. അതായത് ഓപ്പറേഷന് മുമ്പ് സെഡേറ്റീവായിട്ട് കൊടുക്കുന്ന ഒരു ഡ്രഗ് ഉണ്ട്. ഇതേ ഡ്രഗ് അത് ഓപ്പറേഷന് മുമ്പ് കൊടുക്കുമ്പോൾ അതൊരു നന്മയാണ്. വാസ്തവത്തിൽ അതൊരു നന്മയാണത്. അതിനൊരു സമയമുണ്ട്, ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. എന്നാൽ ചില യുവാക്കന്മാർ, ചില യുവതികൾ, പഠിക്കുന്ന കുട്ടികളൊക്കെ ഇതേ സാധനം അവരുടെ പഠിക്കുന്ന കാലഘട്ടത്തിൽ അവരെടുത്ത് ഉപയോഗിക്കുകയാണ്. അന്യായമായ മാർഗത്തിലൂടെ പൈസ സമ്പാദിച്ച് ലഹരിക്ക് അടിമപ്പെട്ട് ഇതേ ലഹരി അവർ ഉപയോഗിക്കുകയാണ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ശരീരം നശിപ്പിച്ച് കിറുങ്ങി ഇങ്ങനെ വേറൊരു മാസ്മരിക ലോകത്തിൽ ജീവിക്കാൻ വേണ്ടി ഇവരിത് ഉപയോഗിക്കുകയാണ്. നോക്കുക, ആ കാണുന്ന സാധനം എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. എന്നാൽ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. എല്ലാവർക്കും എല്ലാം നല്ലതല്ല. കർത്താവിൻ്റെ വചനം പറയുന്നത് എന്താണ്? എന്തുകൊണ്ട് ഇതൊന്നും ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിശ്ചിത ഉപയോഗത്തിനാണ്. സാംസന്റെ കാര്യം എടുത്തു നോക്കുക. ഇത്രയും കഴിവും കൃപയും എല്ലാ ശക്തിയും നിറഞ്ഞൊരു മനുഷ്യൻ, എന്തൊരു അഭിഷേകം നിറഞ്ഞ മനുഷ്യനെ ഒരു ജയിലിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവർ, ഇന്ന് കുടുംബങ്ങൾ പലതും തകർന്ന് തരിപ്പണമാകുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേകമായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഇതാണ്. പല മനുഷ്യരും ജീവിതം വെച്ച് ചൂത് കളിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണം, ഏതൊക്കെയോ വൃക്ഷങ്ങളെ ലക്ഷ്യം വെച്ചാണ് അവർ പോണത്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നീ ആ വൃക്ഷത്തെ നോക്കരുത്. ആ വൃക്ഷത്തിൽ കാണുമ്പോൾ നിനക്ക് ഒരുപാട് പൈസ ഉണ്ടാവും. ആ വൃക്ഷത്തിലേക്ക് നീ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരുപാട് നന്മയൊക്കെ നിനക്കതിൽ തോന്നുന്നുണ്ടാവും. ആത്യന്തികമായിട്ട് അതൊരു നന്മയല്ല. പ്രിയപ്പെട്ട സഹോദരി, ജീവിതം വെച്ചിട്ട് നീ ചൂത് കളിക്കാൻ പാടില്ല. ജീവിതം വെച്ചിട്ട് നീ കളിക്കാൻ പാടില്ല. ചില കുടുംബങ്ങളെ തകർന്ന് തരിപ്പണമാകുന്നത് നിന്റെ കൺമുമ്പിൽ നീ കാണുന്നുണ്ട്. കർത്താവിൻ്റെ വചനം നമ്മളെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെയാണ് പറയുന്നത്: അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുത്. അവൻ നിന്നെ കാളക്കൂറ്റിനെ പോലെ കുത്തിക്കീറും. അവൻ നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. നീ ഒരു ഉണക്ക മരമായി തീരും. നോക്കുക, ജീവനുണ്ടെന്ന് വിചാരിച്ച് നമ്മൾ കഴിക്കുന്ന ചില മരങ്ങളുണ്ട്, ആ മരത്തിൻ്റെ ചില ഫലങ്ങളുണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ വചനം പറയുകയാണ്, അവൻ നിന്നെ കാളക്കൂറ്റിനെ പോലെ കുത്തിക്കീറും, നീ മരിച്ചു പോകും, നീ ഒരു ഉണക്ക മരമായി പോകും. ചില കുടുംബങ്ങൾ എന്തുകൊണ്ടാണ് എല്ലാവരും നിരാശപ്പെട്ട് കഴിയണത്? എല്ലാവരും കൂടെ ആഘോഷമായിട്ട് സമ്മതിച്ചു, കുഴപ്പമില്ല, നമ്മൾ വലിയ കുഴപ്പമുള്ളതൊന്നും ചെയ്യാൻ പോകണില്ലല്ലോ, ചെറിയൊരു കാര്യം, ചെറിയൊരു തിന്മ, ചെറിയൊരു തെറ്റ്, ഈ ലോകത്ത് ആരൊക്കെ എന്തൊക്കെ ചെയ്യണു? കർത്താവ് പറയുന്നതാണ്, അവരെന്തുകൊണ്ട് ചെയ്തു, ഇതെന്ത് ചെയ്തു, നീ അതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. ആ വൃക്ഷം ദൈവം നിനക്ക് വേണ്ടി തന്നതാണോ? തന്നതല്ലെങ്കിൽ നീ അത് ഒഴിവാക്കിയേക്കുക. 999 വൃക്ഷങ്ങൾ നിന്റെ ചുറ്റിലുമുണ്ട്. ഓരോ വൃക്ഷവും നിനക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതാണ്. കർത്താവിൻ്റെ വചനം എന്താണ് പറയുന്നത്? ഒരു നദി പുറപ്പെട്ടു, ആ തോട്ടം മുഴുവൻ നനച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. നിന്റെ തോട്ടം നനയ്ക്കുന്ന നദിയുണ്ട് കർത്താവ് നൽകിയത്. നിന്റെ തോട്ടം അനുഗ്രഹിക്കപ്പെടുന്ന ചില നദികളുണ്ട്. നീ അവിടെ ചെന്നിട്ട് വേണം വെള്ളം കുടിക്കാൻ. നിന്റെ തോട്ടത്തെ അനുഗ്രഹിക്കുന്ന കാലാവസ്ഥയുണ്ട്. ആ കാലാവസ്ഥയിൽ വേണം നീ വിത്തിറക്കാൻ. നിന്റെ തോട്ടത്തെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ചില കൃഷിക്കാരെ കർത്താവ് നൽകിയിട്ടുണ്ട്. അവരെ വേണം നീ വിളിക്കാൻ. അല്ലാണ്ട് കണ്ണി കണ്ടവരെയും തോന്നിവാസം കാണിക്കുന്നവരെയും ദൈവത്തെ ഭയമില്ലാത്തവരെയും ഇങ്ങനെ എല്ലാവരുടെയും കൂട്ടിയിട്ട് ഒരുമിച്ചൊരു ജീവിതം നയിക്കാമെന്ന് നീ എപ്പോഴൊക്കെ ചിന്തിക്കുന്നുണ്ടോ, ആ സമയത്തൊക്കെ നമ്മൾ വിചാരിക്കണം, ജീവിതത്തിൻ്റെ അടിത്തറ നമ്മൾ തന്നെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനം എപ്പോഴും ഓർക്കുക, മകനെ, ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന ചെയ്യുക. എല്ലാവർക്കും എല്ലാം നല്ലതല്ല. കർത്താവിൻ്റെ ഈ വചനത്തിന് മുമ്പിൽ പ്രിയപ്പെട്ട സഹോദരി, നീ ധ്യാനിക്കണം. കർത്താവിൻ്റെ വചനം ഓർക്കുക. നീ പ്രത്യേകമായിട്ട് ഇതിനെക്കുറിച്ച് ധ്യാനിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഇതാണ്, കർത്താവ് ഒരു വൃക്ഷത്തെ ചൂണ്ടി പറഞ്ഞു, ഈ വൃക്ഷം നീ കാണരുത്, ഈ വൃക്ഷം നീ ഇതിൻ്റെ ഫലങ്ങൾ ഭക്ഷിക്കരുത്. പക്ഷേ വേറൊരു കാര്യം എന്താണെന്നറിയോ? പൈശാചികമായ ശക്തിയാണ് ആ വൃക്ഷത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്.
പൈശാചികമായ ശക്തിയാണ് ഈ മനുഷ്യരെ, ഈ ആദത്തെയും ഹവ്വയെയും അതിൻ്റെ ചുവട്ടിലേക്ക് കൊണ്ടുപോയത്. പൈശാചികമായ ശക്തിയാണ് ആ ഫലം പറിച്ചു കൊടുത്തത്. പൈശാചികമായ ശക്തിയാണ് അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ കൊടുക്കുന്നത്. വിശദീകരിച്ച് ജീവിതം കുഴിയിലേക്ക് ഇറക്കി കഴിഞ്ഞപ്പോൾ പൈശാചിക ശക്തി പോയി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. എന്താണെന്നറിയാമോ? പല ആളുകളും വിശദീകരിച്ച് ഇങ്ങോട്ട് വരും. വിശദീകരിച്ച് ജീവിതത്തിൻ്റെ പല വഴികളും അവർ പറഞ്ഞു തരും. ഇതെല്ലാം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴിയിലേക്ക് വീണ് കഴിയുമ്പം വിശദീകരിച്ച വ്യക്തികളുടെ അഡ്രസ്സ് പോലും കാണാൻ പറ്റില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശദീകരിച്ച് നിന്നെ കുഴിയിലിറക്കുന്ന ഒരു ബന്ധവും നിനക്ക് വേണ്ട. അത് പൈശാചികമായിട്ടുള്ള ഒരു പ്രേരണയാണ്, ഒരു ശക്തിയാണ്. നോക്കുക, എന്താണ് പിശാച് കാണിക്കുന്നത്? പിശാച് വന്നിട്ട് ഒന്നും അറിയാത്തത് മാതിരിയാണ് കാര്യങ്ങൾ പറയണത്. പിശാച് പറയുക, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? പിശാചിന് ചോദ്യം അറിയാം, പിശാചിന് ഉത്തരവും അറിയാം. നിന്നെ തിന്മയിലേക്ക് നയിക്കുന്ന വ്യക്തിക്ക് ചോദ്യവും അറിയാം, ഉത്തരവും അറിയാം. കൃത്യമാണത്. എന്നിട്ട് പറയുകയാണ്, സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞു. സർപ്പ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല. ദൈവം പറഞ്ഞ കാര്യങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ്. ദൈവം പറഞ്ഞു, നീ മരിക്കും. അതായിരുന്നു സത്യം. വചനം പറയണു, നീ ഇത് ചെയ്യരുത്. ആൾക്കാർ വന്നിട്ട് പറയണു, ചെയ്താൽ കുഴപ്പമില്ല. അങ്ങനെ പാടില്ല പ്രിയപ്പെട്ടവരെ, അങ്ങനെ പാടില്ല. ജീവിതം ഒന്ന് ക്രമീകരിക്കേണ്ട സമയമായി. നമ്മുടെ ജീവിതം ഒന്ന് പച്ച പിടിക്കേണ്ട കാലഘട്ടമായി. ഏതൻ തോട്ടത്തിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകേണ്ട കാലഘട്ടമായി. കുടുംബം ഒരുമിച്ചിരുന്നൊന്ന് സന്തോഷിക്കേണ്ട കാലഘട്ടമായി. അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് തന്നെ ഇന്ന് ചിന്തിക്കണം. അതുകൊണ്ട് ചിന്തിക്കേണ്ട കാര്യം ഇതാണ്, നമ്മുടെ ജീവിതത്തിൽ എല്ലാം നല്ലതല്ല. എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടിയിട്ടല്ല. ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടി അല്ലാത്തതുണ്ട്. ആ വൃക്ഷങ്ങളിലേക്ക് നമുക്ക് നോക്കാൻ പാടില്ല. സാംസണ് പറ്റിയൊരു അബദ്ധം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. ആദവും ഹവ്വയും കുടുംബജീവിതം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർക്കുണ്ടായിട്ടുള്ള ഒരു അബദ്ധം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. കർത്താവ് എപ്പോഴും നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം മാത്രമേ തന്നിട്ടുള്ളൂ. അനുഗ്രഹങ്ങളിലേക്കൊന്ന് നോക്കുക, അനുഗ്രഹങ്ങളുടെ വൃക്ഷത്തിലേക്ക് നോക്കുക. അനുഗ്രഹം നൽകുന്ന വൃക്ഷങ്ങളിലേക്ക് നോക്കി കർത്താവിനെ സ്തുതിക്കുക, കർത്താവിനെ ആരാധിക്കുക, ദൈവവചനമാകുന്ന വാളെടുക്കുക, കർത്താവിൻ്റെ പരിചയം ധരിക്കുക, വലിയ അഭിഷേകം സ്വീകരിക്കുക. ഓരോ ദിവസവും എനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന നന്മകളെ സമർപ്പിക്കുക. അച്ഛൻ പറയട്ടെ, രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ജീവിതം ക്രമീകരിക്കുന്നതിന് മുമ്പ് ദൈവകരങ്ങളിലേക്ക് കുടുംബത്തോടെ കൈകൾ ഉയർത്തണം. കാരണം അന്നത്തെ ദിവസം നിന്നെ ആരൊക്കെ ഏതൊക്കെ വഴികളിൽ കൊണ്ടുപോകുമെന്ന് നിനക്കറിയില്ല. പക്ഷെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിനറിയാം. അപ്പോൾ ദൈവം നിന്നെ പരിപാലിക്കുന്നുവെങ്കിൽ നീ ആദ്യം 2 കരങ്ങളും ഇങ്ങനെ നീട്ടണം ദൈവത്തിലേക്ക്. അങ്ങനെ നീട്ടുമ്പോൾ നിൻ്റെ കൈകളിൽ ദൈവം പിടിക്കും. കാരണം നിനക്ക് തന്നിട്ടുള്ളൊരു സ്വാതന്ത്ര്യമാണത്. നീ നിൻ്റെ അപ്പനിലേക്ക് കൈകൾ നീട്ടുമ്പോൾ നിൻ്റെ അപ്പൻ നിന്നെ കൈപിടിക്കും. ആ ദിവസം ഒരു ശത്രുവും നിന്നെ എവിടെയും കൊണ്ടുപോവുകയില്ല. അന്ന് വൈകുന്നേരം ഒരുമിച്ചിരുന്ന് കർത്താവിനൊന്ന് നന്ദി പറയണം. കർത്താവേ, നീ തന്ന വൃക്ഷങ്ങൾക്ക് നന്ദി, നീ തന്ന ഫലങ്ങൾക്ക് നന്ദി, നീ തന്ന അരുവിക്ക് നന്ദി, നീ തന്ന ഏദൻ തോട്ടത്തിന് നന്ദി, എൻ്റെ കുടുംബത്തിന് നന്ദി, സംരക്ഷണത്തിന് നന്ദി. എല്ലാ കാര്യങ്ങളെയും കർത്താവിന് തിരുസന്നിധിയിൽ സമർപ്പിച്ച് വൈകുന്നേരം സ്തുതിച്ച് ആരാധിച്ച് കുടുംബത്തോടെ സന്തോഷമായിട്ട് നിനക്ക് ഉറങ്ങാൻ സാധിക്കട്ടെ. കർത്താവിത ഒരേദൻ തോട്ടം നിൻ്റെ മുമ്പിലേക്ക് ഒരുക്കുന്നു. കർത്താവിത വലിയൊരു അഭിഷേകം നിനക്ക് വേണ്ടി ഒരുക്കുന്നു. സമാധാനമില്ലാത്ത രാത്രികൾ തീരാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ. സന്തോഷം ഇതാ നിറഞ്ഞു കവിയാൻ പോവുകയാണ്. കർത്താവിൻ്റെ വചനം ഓർക്കുന്നു, ഇതാ ഒരു പുതിയ കാര്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. പഴയതെല്ലാം കടന്നുപോയി, ഇതാ പുതിയത് കടന്നു വന്നു കഴിഞ്ഞു. ഈ കർത്താവിനെ ആരാധിക്കുക. ആവശ്യമില്ലാത്ത വൃക്ഷങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുക. കർത്താവ് നൽകുന്ന ഫലങ്ങൾ ഓർത്ത് നന്ദി പറയുക. ദൈവം ഓരോ മക്കളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവേ വേഗം വരണേ, പരിശുദ്ധാത്മാവേ എന്നിൽ വരണേ, പരിശുദ്ധാത്മാവേ വേഗം വരണേ, പരിശുദ്ധാത്മാവേ എന്നിൽ വരണേ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു.